ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് ചിന്തിപ്പിച്ച നവോത്ഥാന നായകൻ. മിശ്ര ഭോജനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ചരിത്ര പുരുഷൻ, അതെ, സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. ആ സുന്ദരമായിട്ടുള്ള എറണാകുളം ജില്ലയിലെ ചെറായിലെ സഹോദരൻ അയ്യപ്പന്റെ ജന്മഗൃഹത്തിന്റെ ആ വിശേഷങ്ങളിലേക്കാണ് ഹെറിറ്റേജ് ബൈറ്റ്സ് പോകുന്നത്. എങ്കിൽ പോവാം, വരൂ. അങ്ങനെ ചീനവലകളും കായലും തീരവും ഒക്കെ നിറഞ്ഞ ചെറായി എന്ന സുന്ദരമായിട്ടുള്ള നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ദേ, ഇതിനെ തൊട്ട് ചേർന്നാണ് ഈ സഹോദരൻ അയ്യപ്പന്റെ ജന്മഗൃഹം. നമുക്ക് അവിടെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി അറിയാനുണ്ട്. നമുക്ക് പോവാം, വാ. സഹോദരനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ 9 മക്കളായിരുന്നു. കൊച്ചുട്ടു, ഇച്ചിരുണ്ണി, കാളി, അച്യുതൻ, കൊച്ചുകുട്ടി, ലക്ഷ്മി, കണ്ണൻ, കൃഷ്ണൻ, അയ്യപ്പൻ. അങ്ങനെയാണ് ക്രമാനുഗതമായിട്ട് അത്. അതിൽ 9ാമത്തെ ആളായിരുന്നു ഏറ്റവും ഇളയാൾ. അയ്യപ്പൻ കുഞ്ഞി എന്നാണ് വാത്സല്യത്തോട് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്തജ്യേഷ്ഠൻ ഈ അച്യുതൻ ഒരു ബ്രഹ്മചാരിയായിരുന്നു, സന്യാസ. അദ്ദേഹം വസിക്കുന്നതാണ് ഈ മഠത്തിലാണ്. വീട്ടിൽ നിന്ന് മാറിയിട്ട് അവിടെയാണ് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുമാരനാശാനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും വന്ന് അദ്ദേഹത്തോട് വേദാന്തത്തെ പറ്റി ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. കുമാരനാശാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ്റെ ദേഹവിയോഗം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഈ അച്യുതൻ എന്ന് പറയുന്ന ജ്യേഷ്ഠനാണ് ശരിക്കും ഒരു രക്ഷാകർതൃസ്ഥാനം അയ്യപ്പൻ മാഷ മേലിലെടുത്തുള്ളത്. അദ്ദേഹമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനൊക്കെ അയക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചുരുക്കി പറയാം, BA പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമത്തിലുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്ന് ഗുരുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഗുരു പറഞ്ഞു, പ്രസംഗിച്ച് നടന്നാൽ മതിയോ അയ്യപ്പ എന്നൊറ്റ ചോദ്യം ചോദിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് സഹോദരൻ പറഞ്ഞത്, പ്രസംഗിച്ച് നടന്നാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഗുരു പറഞ്ഞില്ല, പക്ഷെ ആ ചോദ്യത്തിൽ അന്തർഹിതമായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ വന്നിട്ടാണ് സമാന മനസ്കരായ കൂട്ടുകാരെ കൂട്ടിയിട്ട് 1992 ഇടവം 16 എന്ന് പറഞ്ഞാൽ 1917 മെയ് 29 ഈ പറമ്പിൽ വെച്ച്, തുണ്ടിയുടെ പറമ്പിൽ വെച്ച്. ശരിക്കും തുണ്ടിയുടെ പറമ്പിൽ സമ്മേളനമായിരുന്നു. സമ്മേളനം കൂടിയത് മറ്റപ്പള്ളി കുമാരൻ എന്ന് പറയുന്ന ഒരു യാഥാസ്ഥികനായ അധ്യാപകൻ, പ്രിൻസിപ്പൽ കുമാരൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എല്ലാം തീരുമാനിച്ചു. ജാതീയത എന്ന് പറഞ്ഞാൽ ഉച്ചാരണം ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞത് ചെയ്തു. ഒരു പ്രതിജ്ഞാവാചകവും ചൊല്ലിക്കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ സഹോദരൻ പറഞ്ഞു, ഇനി ഞങ്ങൾ കുറച്ച് പേര് പുതിയ സഹോദരന്മാരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സകലരും സ്ഥലം വിട്ടു. അവർക്ക് പ്രതികൂല മനോഭാവമായിരുന്നു. ഈഴവരിലെ യാഥാസ്ഥികത്വം ഉള്ളവരാണ്. കോരാശ്ശേരി അയ്യരെന്ന് പറയുന്ന ഒരു പുലയ യുവാവിനെ ആണ് ഇതിനു വേണ്ടി ചട്ടം കെട്ടിയിരുന്നത്, മിശ്രഭോജനത്തിന് വേണ്ടി ചട്ടം കെട്ടിയിരുന്നത്. അദ്ദേഹം മകൻ കണ്ണനോടൊന്നിച്ച് വന്നപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ മൂത്ത കൊച്ചിട്ട് എന്ന് പറയുന്ന മൂത്ത സഹോദരിയുടെ മകൻ രാമൻ പിള്ള, അത് സഹോദരനേക്കാൾ മൂത്ത ആളാണ്. അമ്മാവനേക്കാൾ മൂത്ത അനന്തരവൻ. അങ്ങേരുടെ വീട്ടിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഈ മിശ്രഭോജനം നടക്കുന്നത്. കോരാശ്ശേരി അയ്യര് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രമാണിമാരായ ഇടവരിയിരിക്കേണ്ടപ്പോൾ അങ്ങോട്ട് കയറിയില്ല. പക്ഷേ 14 വയസ്സുള്ള കണ്ണൻ അതോടുകൂടി കയറി ചെന്നു. ഈ പുലയക്കുട്ടിയെ മധ്യത്തിലിരുത്തിയിട്ട് ചക്കക്കുരുവും കടലക്കയും ചേർന്ന ചോറും കുറേ തളിയിലിട്ട് അവൻ കുഴച്ചു. അതിൽ നിന്ന് ചുറ്റും കൂടി എല്ലാവരും ഓരോ ഒറ്റെടുത്ത് കഴിച്ചതാണ് ഈ ഐതിഹാസികമായ മിശ്രഭോജനം എന്ന് പറയുന്നത്. പക്ഷെ അത് മതിയല്ലോ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിജ്ഞാനവർദ്ധന സഭ ഒരു 9ാം വകുപ്പ് നിയമാവലിയുടെ 9ാം വകുപ്പ് പ്രകാരം ഭ്രഷ്ട് കൽപ്പിച്ചു. ആദ്യം സഹോദരൻ തൊട്ടില്ല, കൂടെ ഉണ്ടായിരുന്നവർ, കാരണം അച്യുതൻ വൈദ്യൻ്റെ അനിയനായതുകൊണ്ട്.
പക്ഷെ പിൽക്കാലത്ത് സഹോദരൻ ഇത് ചെയ്യുന്നുണ്ട്. ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ അവിടെ സത്യത്തിൽ സഹോദരൻ താൻ നടത്താനിരുന്ന സാമൂഹിക വിപ്ലവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അതാണ് 50 ആണ്ടുകൾ നീണ്ട തൻ്റെ സാമൂഹിക വിപ്ലവത്തിൻ്റെ തുടക്കം. അതൊരു ലക്ഷ്യമല്ല, മാർഗം മാത്രമായിരുന്നു. പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്, കൊല്ലത്ത് വരെയൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പീഡനങ്ങളും താടനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. മൂത്തകുന്നത്ത് വെച്ച് കശുവണ്ടി തലയിൽ കോരി ഒഴിച്ചു. കൊടുങ്ങല്ലൂർ വെച്ച് ഈ തലയിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് ഉറുമ്പും കൂടെ കൊണ്ടുവന്ന് ഇത് ചെയ്തു. വടക്കേക്കര പറവൂർ ഭാഗത്ത് പല്ലന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കത്തി കൊണ്ട് നീ മിണ്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെട്ടൂടാന്ന് പറഞ്ഞിട്ട്, അത് സ്വജാതിപ്പെട്ട ആളുകൾ തന്നെയാണ് നിന്നിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് സഹോദര പിന്നെ വേണമെങ്കിൽ വെട്ടിക്കൊന്നോളൂ എന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എനിക്കിട്ട് കള്ള് വാങ്ങിച്ചു വന്ന് പൈസയൊക്കെ തന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞാണ് അയാളെത്ര പോയി. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇത് സഹിച്ചിട്ടാണ് സഹോദരൻ ആ നിലയ്ക്കൊക്കെ വരുന്നത്. മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗമായഥ ന ബ്രാഹ്മണാതിർ ശൈവം ഹാ തത്വം വേത്തി ഗോപിന. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയത്തിൽ ആദ്യത്തെ പദ്യമുണ്ട്. മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വം മാത്രമാണ്. പശുവിൻ്റെ ജാതി പശുവായിരിക്കുന്ന അവസ്ഥ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയൊന്നുമല്ല. ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ, കഷ്ടം. ഇത് ഈ സംസ്കൃത വരികൾ എഴുതിയിട്ട് പിന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള അറിയാലോ. ഈ ജാതി നിർണയത്തിലെ ഈ ആദ്യത്തെ പാദങ്ങളുണ്ടല്ലോ, മനുഷ്യാണ മനുഷ്യത്വം, മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വം മാത്രമാണെന്നുള്ള അതാണ് സഹോദരനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ 19-ാം നൂറ്റാണ്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ അത്രത്തോളം ഉച്ചനീചത്വങ്ങൾ നടന്നിരുന്നത് കണ്ടിട്ട് അപര സ്നേഹം എന്നുള്ള ഗുരുവിൻ്റെ ആ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ഏറ്റെടുത്തിട്ട് അപരരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റുവാങ്ങുക. അങ്ങനത്തെ മനസ്സുള്ള ജനിസിൽ ജനിക്കുന്നവർക്ക് മാത്രമേ അതിനാകൂ. അപ്പോൾ അവരുടെ ജന്മം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ തരത്തിൽ ഇത് വന്നത്. അപ്പോൾ നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിലാണ് ഈ ജന്മഗൃഹം. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന മുസിരിസ് പൈതൃക പദ്ധതിയുടെ കീഴിലും കൂടിയാണ് ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഈ ജന്മഗൃഹം അവർ മെയിൻ്റനൻസ് ചെയ്യുന്നത്, അത് കരുതിപ്പോരുന്നത്. അപ്പോൾ നമുക്ക് ഈ ജന്മഗൃഹത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ കാണാം വളരെ അന്നത്തെ കാലത്തെ ഏകദേശം 400 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ജന്മഗൃഹത്തിന്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു വലിയ അന്നത്തെ കാലത്തെ ഒരു വലിയ ഒരു ഹോൾ തന്നെയാണിത്, നമുക്ക് കാണാം. അതുപോലെ തന്നെ മുസ്ലിസിൻ്റെ ഭാഗമായിട്ട് ഓരോ മുറിയിലെ ചുവരിലും കൃത്യമായിട്ട് സഹോദരൻ അയ്യപ്പൻ എന്ന ആ വലിയ ചരിത്ര പുരുഷന്റെ ആ ഒരു ജീവചരിത്രത്തെ ഇവിടെ ഒപ്പിവെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിൻ്റെ പേരും, അതുപോലെ പറവൂർ രാമവർമ്മ ഇംഗ്ലീഷ് സ്കൂളാണ് അദ്ദേഹം പഠിച്ചത്. ഈ ഹോളിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു മുറി കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് ഒരു വളരെ അന്നത്തെ കാലത്തെ ഒരു ചെറിയ മുറിയാണ്. അന്നത്തെ കാലത്തെ വലിയ മുറിയാണ് അങ്ങനെ പറയാം. അതിനകത്ത് അന്നത്തെ കാലത്ത് തന്നെ ഒരു കൊത്തുശൈലിയിലുള്ള അന്നത്തെ ഒരു ചെറിയ ജനലും വളരെ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് ലോകമെങ്ങും അറിയണം. ഇപ്പം നമ്മൾ ഹെറിറ്റേജ് വൈസിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം ഇത് ലോകത്തിൽ അറിയണം, പ്രത്യേകിച്ച് മലയാളികൾ അറിയണം. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറവൂർ ഹൈസ്കൂൾ അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഹോളിൽ നിന്ന് തൊട്ടടുത്തൊരു ഇടനാഴി കാണാം. അത് നേരെ ചെല്ലുന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊരു നടുമുറ്റം പോലെയുള്ളൊരു ഭാഗത്തേക്കാണ്. നമുക്കത് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അത് അന്നത്തെ കാലത്തെ ആ ഒരു കഥകിൻ്റെ ഒക്കെ ഹൈറ്റ് വളരെ നന്നേ കുറവാണ് നമ്മൾ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത് പിന്നീട് നേരെ കയറി ചെല്ലുന്നത് മറ്റൊരു ഒരു വീതി കൂടിയ ഒരു ഹോളിലേക്കാണ്. വീതി കുറഞ്ഞ നീളം കൂടിയ ഹോളിലേക്ക്. അവിടെയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്താണ് BA പഠനം ചെയ്തത്. ഇതിനപ്പുറത്ത് ഈ കാണുന്ന ഈ മുറിയാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ച മുറി. നമുക്കറിയാം ഒരു ചരിത്ര പുരുഷൻ്റെ യുഗപുരുഷൻ്റെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അദ്ദേഹം ജനിച്ച മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ ജനിച്ച മുറിയിൽ നമ്മൾ കയറിയപ്പോൾ ഇവിടെ ഒരു നടുമുറ്റം പോലെ കാണാം കേട്ടോ. ഈ നടുമുറ്റം നമ്മളിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, നമുക്കറിയാം ചെറായി എന്ന് പറയുന്നത് കായലും
അങ്ങനെ എന്താ പറയുക വളരെ ചേറും ചെളിയൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളാണ്. അപ്പം ആളുകളൊക്കെ ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് അവിടെ നിന്ന് ഈ കതക് കയറി ഇവിടെ വന്ന് അവർ കാല് കഴുകി ശുദ്ധി വരുത്തിയിട്ടാണ് കയറുക. അപ്പോൾ അതിനുള്ളൊരു മാർഗമാണ്, ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വലിയ സ്പേസ് കാണാം. തൊട്ടുമുകളിൽ നോക്കി നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ട് ഇവരിത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഓല മേഞ്ഞ് ആ വീട് കാത്തു സൂക്ഷിക്കുന്ന ആ തനിമ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു ഓല മെടയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അത് അപ്പം നമുക്ക് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് 2 ഡിപ്പാർട്ട്മെന്റുകളും, സാംസ്കാരിക വകുപ്പും സഹോദരൻ സ്മാരകവും അതുപോലെ തന്നെ മുസ്ലിം പൈതൃക പദ്ധതിയുടെ എല്ലാം ഇവർ രണ്ടും ചേർന്ന് മനോഹരമായിട്ട് ഇതിനെ കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത് കയറുന്നത് ഇത് അന്നത്തെ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലെ അടുക്കള ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അടുക്കളയിൽ നമുക്കറിയാം 2 ചെറിയ ജനലുകളുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ സ്ഥലത്തൊക്കെ അല്ലേ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് വളരെ ചെറിയ നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഇതിൽ നോക്കിയാൽ നമുക്ക് അങ്ങ് കായലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം, അദ്ദേഹം മിശ്രഭോജനത്തിൻ്റെ സമയത്ത് അദ്ദേഹം നേരിട്ട കുറേ സമ്മിശ്ര പ്രതികരണങ്ങളെക്കുറിച്ച്. ആ സമയത്ത് കുമാരനാശാനൊക്കെ വിവേകോദയം മാസികയിൽ അദ്ദേഹത്തിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെ പീഡന ശ്രമങ്ങൾ, അദ്ദേഹത്തിനെതിരെ നടന്ന പീഡന ശ്രമങ്ങളെക്കുറിച്ച്, അയ്യപ്പൻ എന്ന അധ്യാപകനെ കുറിച്ച് എല്ലാം ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ജന്മഗൃഹത്തിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ, അദ്ദേഹത്തിന്റെ വീട് നമുക്ക് കാണാൻ സാധിക്കും. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് ഈ സഹോദരൻ അയ്യപ്പൻ സ്മാരകം നിലകൊള്ളുന്നത്. ഏത് സമയത്താണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഇത് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം ഒക്കെ? ഇത് ഏറ്റെടുത്തത് 1985 9 മാസത്തിലാണ്. അത് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരു 80 ആയപ്പോഴേക്കും ഇവിടെ വീട്ടിൽ താമസിച്ചിരുന്നവർ സഹോദരൻ അയ്യപ്പൻ്റെ മരുമക്കത്തായ വ്യവസ്ഥയിൽ കിട്ടിയ ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. അവർ സാമ്പത്തികമായി വലിയ സൗണ്ട് ആയിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് ചെറായിലും ഈ പരിസര പ്രദേശത്തുണ്ട്. വിവരം പുറത്തു വന്നപ്പോൾ ഇവിടുത്തെ ആ സഹോദര സ്നേഹികളെല്ലാവരും കൂടി കൂട്ടം ചേരുകയും ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലയിടത്തും ചില കത്തുകൾ അയച്ച് അതുപോലെ ലേഖനങ്ങൾ എഴുതി അങ്ങനെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ MLA മുൻ മന്ത്രിയായിരുന്ന PK വരായുധൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹം പ്രത്യേകമായി ഇൻട്രസ്റ്റ് എടുത്തു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ചെയർമാനും ഞാൻ ഞാൻ ജോലി കിട്ടിയ സമയമായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വേലായുധൻ നമ്മൾ നിയമസഭയിൽ ഇതിൻ്റെ സബ്മിഷൻ അവതരിപ്പിച്ചു, ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയും അതിനോടനുബന്ധിച്ച് അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി, K. കരുണാകരൻ. അദ്ദേഹത്തിന് സഹോദരനോട് ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പണ്ട് തുടങ്ങി സഹോദരൻ്റെ കുടുംബമായിട്ട് ബന്ധമുള്ള. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായ താല്പര്യം എടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം ഇവിടെ എത്തുകയും ഈ ഭവനം സന്ദർശിക്കുകയും തുടർന്ന് അദ്ദേഹം നിയമസഭയിൽ അത് ഏറ്റെടുത്തായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 85 വലിയ ഒരു ജനസാഗരമായിരുന്നു ഇവിടെ. ഒരു ദിവസം നീണ്ടുന്ന ജനങ്ങളുടെ ഒരു ഉത്സവമായിരുന്നായിട്ടാണ് അത് ഏറ്റെടുത്തത്. ഇത് ഈ സ്മാരകത്തിൽ വന്നാൽ നമ്മൾ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പറഞ്ഞത്, അതിന് നിർബന്ധിച്ചത്, അല്ലെങ്കിൽ അതിനോട് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിലെ നായകന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സഹോദരൻ്റെ ആശയങ്ങൾ നിലനിൽക്കണം എന്ന് വെച്ചിട്ടാണ് ഇത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റെടുത്ത് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണിപ്പോൾ. അത് ചെയ്യുന്നത് നമ്മുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ ആശയങ്ങൾ, സഹോദരനോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുടെ മറ്റ് നവോത്ഥാന നായകരുടെ ആശയങ്ങൾ ഇത് പ്രചരിപ്പിക്കുക. അതിന് വേണ്ട പഠന ക്ലാസ്സുകൾ നടത്തുക. അതനുസരിച്ചുള്ള കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളെ കൊണ്ടുവന്നിവിടെ ക്ലാസ്സുകൾ നടത്തുക, പ്രഭാഷണം നടത്തുക, മിശ്രഭോജനം ഒരു അനുസ്മരണം നടത്തുക. അതിനോടനുബന്ധിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി
ക്ലാസ്സുകൾ നടത്തുക, യുവജനങ്ങൾക്ക് വേണ്ടി ഇവനെ ക്യാമ്പുകൾ നടത്തുക. അങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് ആസൂത്രണം. ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാം ഒരു സഹോദരൻ സ്മാരക ലൈബ്രറി ഉണ്ട്, അതുപോലെ ഒരു ചരിത്ര മ്യൂസിയം ഉണ്ട് അല്ലേ സാർ? അതുപോലെ തന്നെ തൊട്ട് മുമ്പിൽ നാരായണ ഗുരുദേവൻ ആചമനം ചെയ്തിരുന്ന കുളം കാണാം. ഇതൊരു വൈദ്യ കുടുംബമായിരുന്നു അല്ലേ അദ്ദേഹം? അപ്പം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒരു മഠമുണ്ട്. അങ്ങനെയെല്ലാം ഇവിടെ ഇത് നമ്മൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കെട്ടിടം പണിതത്. 3 നിലയിലുള്ള കെട്ടിടം പണിതിട്ട് അതൊരു ലൈബ്രറി, മ്യൂസിയം ഉണ്ട്. മ്യൂസിയം നമ്മുടെ ഈ മുസരീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ മ്യൂസിയത്തിൽ സഹോദരൻ്റെ ജീവിതം മുഴുവനും സന്ദർശകർക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ എന്ന ആ ചരിത്ര പുരുഷന്റെ വിശേഷങ്ങളൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചെറായിലെ ആ ജന്മഗൃഹത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമുണ്ട്, മീൻ വിഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു മീൻ വിഭവമാണ് ഇനി ഹെറിറ്റേജ് വൈസിൽ നിങ്ങൾക്കായി സമ്മാനിക്കാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് പോവാം, വരും. അതെ, നമ്മള് സഹോദരൻ അയ്യപ്പന്റെ അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളൊരു ചെറിയ ഒരു പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എൻ്റെ കൂടെ നിൽക്കുന്നത് മോളി ആന്റിയാണ്, അതുപോലെ അഞ്ജിതയും. ഇവർ രണ്ടുപേരും ഈ ചെറായിലെ സ്വദേശികളെ, തൊട്ടടുത്താണ് വീട്. ശരിക്കും ഈ മുറ്റത്തൊക്കെ ഓടി നടന്ന് കളിച്ചു വളർന്ന ആളുകളൊക്കെയാണ് നിങ്ങൾ അല്ലേ? ഇവിടെ കയറിയാൽ പിന്നെ ഒരു ജാതി ഇല്ല, മതമില്ല, അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒന്നാണെന്ന് പറയാം അല്ലേ? അപ്പം മോളി ആന്റി, അപ്പൊ എന്താണ് ഞങ്ങൾക്ക് ഇന്ന് വെച്ച് തരാൻ പോകുന്നത്? ഇവിടെ നമ്മൾ വെക്കാൻ പോണത് കരിമീൻ കറിയാണ്. അതായത് സഹോദരൻ അയ്യപ്പന് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഞാൻ ഇവിടെ വെക്കാൻ പോണത്. മീത്തിൽ വെച്ചു. അപ്പൊ കരിമീനാണ് സഹോദരൻ അയ്യപ്പന് ഇഷ്ടപ്പെട്ട ഒരു വിഭവം. അപ്പൊ ഞങ്ങള് പിടിച്ചത് ഇവിടെ ഇത് ഇറക്കി വെച്ചേക്കാണ്. മീൻ വിഭവങ്ങൾ സഹോദരൻ അയ്യപ്പന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കരിമീൻ തന്നെ ഇന്ന് പോരട്ടെ എന്ന് വിചാരിച്ചല്ലേ? അഞ്ജിത, മോളി ആന്റി, അപ്പൊ തുടങ്ങാം. അപ്പൊ നല്ല മൺചട്ടിയിലാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണ്. ഓക്കെ, വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് അല്ലേ? പച്ച വെളിച്ചെണ്ണ, നാളികേരം. പച്ച വെളിച്ചെണ്ണ നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ചു. ചൂടായി വരുമ്പോ ഉലുവ പൊട്ടിക്കണം. ആദ്യത്തെ പ്രോസസ് ഉലുവ പൊട്ടിക്കലാണ്. ഒരു സ്പൂൺ ഉലുവ ഇട്ടു. അപ്പം ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ഇടണം? ഇഞ്ചി ഇടണം. ഇഞ്ചി, പിന്നെ അതിന് ഒരല്ലി വെളുത്തുള്ളി കീറിയത്. ഇഞ്ചി ഒന്ന് ഇതായി വഴന്ന് വരണം അല്ലേ? അത് നമ്മൾ നീളത്തിലാണല്ലേ മുറിക്കുന്നത്, അരിവല്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി അരിഞ്ഞത്. വേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് കേട്ടോ. ഇങ്ങനെ നല്ല മണം. പച്ചമുളക് ഇടുകയാണ്. അതിന്റെ കൂടെ 4 പച്ചമുളക് കീറിയത്. മോളി ആന്റി സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ വെക്കുന്ന, പ്രധാനമായിട്ട് ഇവിടെ കിട്ടുന്ന മത്സ്യം ഏതാ? പുഴ മത്സ്യം ഏതാ? കരിമീൻ, പ്രായില്, കണമ്പ്, അതൊക്കെയാണ് കിട്ടുന്നത്. ചെറിയ സൈസ് നന്ദൻ, ഇതൊക്കെ ഞങ്ങൾ നന്ദൻ, ചെറിയ കാൽസ്യം. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയാം. അതിനോട് ചോദിക്കട്ടെ, മീൻകറി കറി അല്ലാതെ വേറെ എന്തൊക്കെ വിഭവങ്ങൾ വെക്കും? മീൻ തോരൻ, നമ്മൾ തോരനൊക്കെ വെക്കാറുണ്ടോ? അത് ചാള, നമ്മുടെ കടലിലെ ചാള കിട്ടുമ്പോ നമ്മ പീരൊതുക്കാറുണ്ട്. പിന്നെ സ്രാഗ്, കടലിലെ സ്രാഗ് പീരൊതുക്കും. പീര ഒതുക്കാന്നാട്ടോ പറയുന്നേ. ഓക്കെ, പ്രേക്ഷകരും ട്രൈ ചെയ്യണം. ചെറായി സ്പെഷ്യൽ, മോളി ആന്റി സ്പെഷ്യൽ നമ്മുടെ കരിമീൻ കറി. മഞ്ഞപ്പൊടി സവാള ഒന്ന് ചുമന്നു വരണം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇടുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി. 2 ടീസ്പൂൺ മുളക് പൊടി. എന്ത് മുളക് പൊടി അത്? ഇത് മറ്റേ സാധാരണ കാശ്മീരി അല്ല, എരിവെള്ള മുളക്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. നല്ലോണം മരിയട്ടെ. അടുത്തത് പാല്, തേങ്ങാപ്പാല്. അത് നമ്മൾ ഒന്നാം പാലാണ്. എങ്ങനെയാ? അതെ, ആദ്യത്തെ പാല് മാത്രമേ ഒഴിക്കണുള്ളൂ. ഒരു തേങ്ങ അരച്ചതാണോ? ഒരു തേങ്ങ പകുതി മുറിച്ചത് അല്ലേ? ഇതാണ് സഹോദരൻ അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട.
വിഭവം. വിഭവം. ഇതിൽ ഇത്തിരി പുളിവെള്ളവും കൂടി ഇച്ചിരി പുളിവെള്ളം അല്ലേ അതിനകത്തോട്ട്? ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. 1.5 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടേ ഇല്ല. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ഇനി ഒന്ന് കുറുകി വരണോ അതോ? ഇല്ല, നമുക്ക് മീൻ പറക്കി അതിലോട്ട് വെക്കാം. നല്ല ഫ്രഷ് കരിമീൻ ദാണ്ട നമ്മുടെ മോളി ആൻറ്റി നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മുളക് പാല് കൂട്ടിനകത്തോട്ട് ഇടുകയാണ്. ഇത് ഞങ്ങളുടെ പുഴയിലെ കരിമീനാണ്. ഞങ്ങളുടെ കരിമീനാണ് കേട്ടോ എന്നാണ് മോളി ആൻറ്റി പറയുന്നത്. ആ, ഇവിടെ ചീനവല ഉണ്ടല്ലോ, അപ്പൊ ആ ചീനവലയിൽ നിന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു തരും. ആണല്ലേ? അപ്പൊ നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ സൈഡിൽ നല്ല മണം വരുന്നുണ്ട്. ആവറായോ? ആവാറായി. അഞ്ചിത എന്നോട് നോക്കുന്ന ഒന്ന് ഇറക്കും മോളി ആൻറ്റി, ഒന്നും എടുക്കും മോളി ആൻറ്റി. ഇതിവിടെ വെക്കും. ഈ പാത്രം മാറ്റി നമുക്ക് ശരിയായിട്ട് ഒന്ന് ചിറ്റിക്കണം, എന്നാലല്ലേ എല്ലാം ഒന്ന് പിടിക്കുള്ളൂ. ഓക്കെ. ഓക്കെ, ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ കരിമീൻ. കരിമീൻ എങ്ങനെയാണ് പാല് കറി എന്താ പറയാ? കരിമീൻ പാലൊഴിച്ച് ശരിയാക്കിയ ഒരു സഹോദരനയ്യപ്പന് ഇഷ്ടപ്പെട്ട ഒരു മീൻകറി. ഞാൻ തന്നെ പ്ലേറ്റുമായിട്ട് ഇവിടെ റെഡിയാണ്. പക്ഷെ ഞാൻ അഞ്ചിതയോട് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറയാം. എടുക്കട്ടെ? എടുത്തോ. നമ്മുടെ അഞ്ചിത നല്ല മീനാണ്, നെയ്യുള്ള കരിമ്പച്ച എങ്ങനെ ഫ്രഷ്. ഞാനും ടേസ്റ്റ് ചെയ്യാണേ. ആ പുളിയുടെ ടേസ്റ്റ് ആണ് അല്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത്? പുളിയാണ് പുളിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ്. പുളിയാണ്, പുളി, കൊടംപുളി. നല്ല പുളി എന്നുവെച്ചാൽ പുളിയിൽ മുങ്ങിയ ഒരു കരിമീൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. നമുക്കറിയാം കരിമീൻ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണല്ലോ മീൻകറി, കരിമീൻ മീൻകറി. അപ്പൊ എന്തായാലും മോളി ആൻറ്റി താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത്രയും നല്ലൊരു കരിമീൻ കറി വെച്ചത്. അഞ്ജിത താങ്ക് യു. അപ്പം നമ്മുടെ ഹെറിറ്റേജ് ബൈറ്റ്സ് ഇവിടെ വിടവാങ്ങുന്നു. സങ്കടപ്പെടണ്ട, അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ട മറ്റൊരു ചരിത്രവും മറ്റൊരു രുചിയുമായി. അപ്പോൾ ബൈ ബൈ.